ഗൈസ് ഈ ഒരു കുനാഫ കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താനേ തോന്നൂല, അത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പം നമുക്ക് റെസിപ്പി കണ്ടാലോ. ഇൻഗ്രീഡിയൻസ് വേണ്ടത് വേർമസെല്ലി, ക്രീം ചീസ്, അതേപോലെ തന്നെ ഒരു കപ്പ് മിൽക്ക് എടുക്കുക, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1 ടേബിൾ സ്പൂൺ മൈദ. ഒരു നല്ല പാനിലേക്ക് ഈ ഒരു കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക, ഫുള്ളായിട്ട് ഇടുക. എന്നിട്ട് നമുക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. അതുകൊണ്ടാണ് കുറച്ച് മിൽക്ക് ഒഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു മിക്സിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മൈദ ഇട്ട് കൊടുക്കുക. അതും ഇതേപോലെ തന്നെ സെയിം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകൾ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു മിൽക്ക് ഫുൾ ഇതിൽ ഒഴിച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മെൽട്ടാക്കി എടുക്കുക. മെൽട്ടായതിനു ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം. ശേഷം വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു വേർമസെല്ലി നല്ല ചെറിയ രീതിയിൽ പൊട്ടിച്ചിട്ട് കൊടുക്കുക. ചെറുതായി കഴിഞ്ഞാലേ നമുക്ക് കഴിക്കുമ്പോൾ നല്ല രസത്തിൽ കഴിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ബട്ടർ കുറച്ചായിട്ട് ഇതിൽ ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ഒരു 5 മിനിറ്റത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു മിക്സിലെ മിൽക്ക്, കോൺഫ്ലവറും മൈദ ഇട്ടിട്ടുള്ളത് അത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല തിക്നെസ് ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. എന്നിട്ട് തിക്കായി വരുമ്പോൾ അതിലേക്ക് ക്രീം ചീസും ആവശ്യത്തിന് ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. കുറച്ചുകൂടി എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. പിന്നെ നമുക്ക് ഷുഗർ സിറപ്പാക്കാം. അതിന് വെള്ളം, പഞ്ചസാര, ഏലക്ക. അപ്പോൾ അതും റെഡിയായി നമുക്കിത് സെറ്റാക്കാം. അപ്പം നമുക്ക് നല്ലൊരു മൊഞ്ചുള്ള പാത്രം എടുക്കുക. അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമുക്കൊരു വെർമസെല്ലി, പിന്നെ സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് ഒരു ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വെർമസെല്ലി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ടേസ്റ്റി കുനാഫ ഇവിടെ റെഡിയായി. അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ പറയാം.